everyone, welcome to another class of Axona's Learning Online Classes. I am Anusha. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു 5 ക്വസ്റ്റ്യൻസ് ആയിരുന്നു, പൊളിറ്റിക്കൽ സയൻസിലെ 5 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് അതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് ഡിസ്കഷൻ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് 6ാമത്തെ ക്വസ്റ്റ്യനാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 5ാമത്തെ ക്വസ്റ്റ്യനിലാണ് നമ്മൾ ക്ലാസ് എൻഡ് ചെയ്തിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 6ാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. 6ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഹൗ മെനി ഫ്രീഡംസ് ഹാവ് ബീൻ guaranteed by the Indian Constitution under the right to freedom? റൈറ്റ് ടു ഫ്രീഡം എന്ന് പറയുന്ന, അല്ലെങ്കിൽ റൈറ്റ് ടു ഫ്രീഡം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. അപ്പോൾ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിന് കീഴിൽ ഇന്ത്യൻ ഭരണഘടന എത്ര അവകാശങ്ങളാണ് നൽകിയിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എത്ര അവകാശങ്ങളാണ് ഗ്യാരണ്ടി കൊടുത്തിരിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടന എത്ര അവകാശങ്ങളാണ് ഗ്യാരണ്ടി ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻസ് ആ ഓപ്ഷൻ എ 5, ഓപ്ഷൻ ബി 6, ഓപ്ഷൻ സി 7 and option D 8. The right answer is option B 6. 6 ഓപ്ഷൻസ് അല്ലെങ്കിൽ 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സുകളാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് റൈറ്റ് ടു ഫ്രീഡം എന്ന് പറയുന്ന ഫണ്ടമെൻ്റൽ റൈറ്റിനകത്ത് നൽകിയിരിക്കുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. ഓക്കെ, ഇതാണ് 6 ഫ്രീഡംസ് എന്ന് പറയുന്നത്. എനിക്ക് പറയാനുള്ള ആകെ ഒരു കാര്യം, നിങ്ങൾ ഈ റൈറ്റ് ടു ഫ്രീഡംസ് അല്ലെങ്കിൽ ആർട്ടിക്കിൾ 19 പഠിക്കുമ്പോൾ അത് കൃത്യമായിട്ട് ഈ ഓർഡറിൽ തന്നെ പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം അതിങ്ങനെ തന്നെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇതുപോലെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഈ റൈറ്റ് ടു ഫ്രീഡംസ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ റൈറ്റ് ടു ഫ്രീഡം കറക്റ്റ് 6 എണ്ണം കൃത്യമായിട്ട് തന്നെ പഠിക്കുക, ഓർഡറിൽ തന്നെ പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്താ എക്സ്പ്ലനേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. Article 19 of the Indian Constitution, which deals with the right to freedom, currently guarantees 6 freedoms to all citizens. ആർട്ടിക്കിൾ 19 ആണ് നമ്മൾ റൈറ്റ് ടു ഫ്രീഡം എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 19 ആണ് നമ്മുടെ അവകാശം. എന്തിനുള്ള അവകാശം? ഫ്രീഡത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിനെയാണ് ആർട്ടിക്കിൾ 19 ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആ ആർട്ടിക്കിൾ 19-നകത്ത് 6 ഫ്രീഡംസ് ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സിറ്റിസൺസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പൗരന്മാർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ റൈറ്റ് ഫ്രീഡംസ് 6 എണ്ണം ഏതൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാം. ഒന്നാമത്തത് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. ഫ്രീഡം നൽകിയിരിക്കുന്നത് എന്തിനാണ്? അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെയാണ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെയാണ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഫ്രീഡം ടു അസംബിൾ പീസ്ഫുള്ളി ആൻഡ് വിത്തൗട്ട് ആംസ്. ഫ്രീഡം, നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും പീസ്ഫുള്ളായിട്ട് അസോസിയേഷൻസ് അല്ലെങ്കിൽ പീസ്ഫുള്ളായിട്ട് ഒരു അസംബ്ലി രൂപീകരിക്കാം എന്നാണ് പറയുന്നത്. വിത്തൗട്ട് ആംസ്, ഒരു ആയുധമൊന്നും ഇല്ലാണ്ട് അല്ലെങ്കിൽ മറ്റ് ആയുധങ്ങളൊന്നും ആംസുകളൊന്നും ഇല്ലാതെ, വെപ്പൺസ് ഒന്നും ഇല്ലാതെ നമുക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഒരു പീസ്ഫുള്ളായിട്ട് അല്ലെങ്കിൽ സമാധാനത്തോടു കൂടി അസംബ്ലി രൂപീകരിക്കാനുള്ള അവകാശത്തെയാണ് പറയുന്നത്. മൂന്നാമത്തത് എന്താണെന്ന് നോക്കാം. ഫ്രീഡം ടു ഫോംസ് അസോസിയേഷൻസ് ഓർ യൂണിയൻസ് ഓർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നാണ് പറഞ്ഞത്. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഒരു സ്വാതന്ത്ര്യത്തോടു കൂടി അസോസിയേഷൻസോ യൂണിയൻസോ കോപ്പറേറ്റീവ് സൊസൈറ്റീസോ ഫോം ചെയ്യാം അല്ലെങ്കിൽ രൂപീകരിക്കാം എന്നുള്ളതാണ് മൂന്നാമത്തെ ഫണ്ടമെൻ്റൽ റൈറ്റ് പറയുന്നത്. നാലാമത്തത് ഫ്രീഡം ടു മൂവ് ഫ്രീലി ത്രൂ ഔട്ട് ദ ടെറിറ്ററി ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും, ഇന്ത്യൻ ടെറിറ്ററിക്കകത്ത് എവിടെ വേണമെങ്കിലും നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട്. ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് നമുക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാൻ, അല്ലെങ്കിൽ കുറച്ചും കൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെയാണ് നമ്മൾ റൈറ്റ് ടു ഫ്രീഡം ഓഫ് ഫ്രീലി മൂവ് ത്രൂ ഔട്ട് ഇന്ത്യൻ ടെറിറ്ററി. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള അവകാശത്തെയാണ് നമ്മൾ നാലാമത്തെ ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ട് പറയുന്നത്. അഞ്ചാമത് ഫ്രീഡം ടു റിസൈഡ് ആൻഡ് സെറ്റിൽ ഇൻ എനി പാർട്ട് ഓഫ് ദി ടെറിറ്ററി ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും, ഇന്ത്യൻ ടെറിറ്ററിക്കകത്ത് എവിടെ വേണമെങ്കിലും നമുക്ക് താമസിക്കാനുള്ള അവകാശത്തെയാണ്
അഞ്ചാമത്തെ ഫ്രീഡം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് സ്വതന്ത്രമായിട്ട് താമസിക്കാനുള്ള അവകാശത്തെയാണ് അഞ്ചാമത്തെ ഫ്രീഡം എന്ന് പറയുന്നത്. ആറാമത്തത് എന്തെന്ന് വെച്ചാൽ ഫ്രീഡം ടു പാർട്ടിസിപ്പേറ്റ്, freedom to practice any profession or to carry on any occupation, trade or business. നമുക്ക് ഇന്ത്യയിൽ ഏതുതരം ബിസിനസ് വേണമെങ്കിലും ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഏതുതരം ബിസിനസ്സോ അല്ലെങ്കിൽ ഏതുതരം ഒക്യുപ്പേഷനോ ട്രേഡോ ചെയ്യാനുള്ള, അല്ലെങ്കിൽ അത് ഏതുതരം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള അവകാശത്തെയാണ് നമ്മൾ ആറാമത്തെ ഫ്രീഡമായിട്ട് പറയുന്നത്. അത് ഏതു തരത്തിലുള്ള ബിസിനസ്സോ ഒക്യുപ്പേഷൻസോ അസോസിയേഷൻസോ നമുക്ക് എക്സസൈസ് ചെയ്യാം അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. ഇതാണ് 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് അണ്ടർ ആർട്ടിക്കിൾ 19. ആർട്ടിക്കിൾ 19 കീഴിലുള്ള 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് റൈറ്റ് ടു ഫ്രീഡത്തിന് കീഴിലുള്ള 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സുകളാണ്. ഓക്കെ, 7ാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ അടുത്തത് പോകുന്നത്. എന്താണ് 7ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് നോക്കാം. ഹൗ മെനി സബ്ജക്ട്സ് ആർ ഇൻ ദ കൺകറന്റ് ലിസ്റ്റ് in the constitution of India for the division of powers? ഇന്ത്യയിൽ 3 രീതിയിലുള്ള ലിസ്റ്റുകളാണുള്ളത്. കൺകറന്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ് ആൻഡ് സ്റ്റേറ്റ് ലിസ്റ്റ്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കൺകറന്റ് ലിസ്റ്റാണ്. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ എത്ര സബ്ജക്ട്സുകളാണ് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കൺകറന്റ് ലിസ്റ്റിൽ എത്ര സബ്ജക്ട്സുകളാണ് ഉൾപ്പെട്ടിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ഓപ്ഷൻസ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓപ്ഷൻ എ 97, ഓപ്ഷൻ ബി 47, ഓപ്ഷൻ സി 66 ആൻഡ് ഓപ്ഷൻ ഡി 75. 4 ഓപ്ഷൻസ് ആണുള്ളത്. ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി 47. 47 സബ്ജക്ട്സുകളാണ് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ എക്സ്പ്ലനേഷൻ എന്താണെന്ന് ചെക്ക് ചെയ്യാം. ദ കൺകറന്റ് ലിസ്റ്റ് ഈസ് ഒറിജിനലി ഹാഡ് 47 subjects, but currently list 52 subjects after 5 were transferred from the state list by the 42nd Amendment Act 1976. കൺകറന്റ് ലിസ്റ്റിൽ ടോട്ടലി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒറിജിനലി 47 സബ്ജക്ട്സുകളാണുള്ളത്. എന്നാൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും 1976 42nd അമെൻമെൻറ്റ് പ്രകാരം സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും 52 സബ്ജക്ട്സുകൾ കൺകറന്റ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നുണ്ട്. ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് അതിനകത്ത് 52 സബ്ജക്ട്സുകളാണ് ഉൾപ്പെട്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഈ 42nd അമെൻമെൻറ്റ് ആക്ട് നമുക്ക് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന പേരിലും ഈ 42nd അമെൻമെൻറ്റ് ഓഫ് ദി 1976 അറിയപ്പെടാറുണ്ട് എന്നാണ് പറയുന്നത്. However, historically and sometimes for the exam purpose, the original count or the numbering of the last entry, which is 47, is used, making 47 is mostly like intended to answer among the options for the original number. നമ്മുടെ ഓപ്ഷൻസിനകത്ത് 52nd എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ല, അല്ലെങ്കിൽ ആൻസർ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ 47 ആയതുകൊണ്ട് നമ്മൾ ആൻസർ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അല്ലെങ്കിൽ ഒരു ആൻസർ പോയിന്റിൽ നമ്മൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പോയിന്റിൽ നോക്കുമ്പോൾ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ നമ്മൾ കാണേണ്ടത് അതിനോട് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യന് 8ാമത്തേതാണ്. 8ാമത്തെ ക്വസ്റ്റ്യനകത്ത് എന്താണ് 8ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് നോക്കാം. ഹൂ എമംഗ് ദ ഫോളോയിങ് പ്രിസൈഡ്സ് ഓവർ ദ സെക്ഷൻസ് ഓഫ് ദി രാജ്യസഭ? താഴെ കുറച്ച് വ്യക്തികളല്ല, നമ്മുടെ ഇന്ത്യയിലെ കുറച്ച് പ്രൊഫഷൻസ് ആണ് ഇവരെന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഹയർ പൊസിഷനിൽ നിൽക്കുന്ന വ്യക്തികളാണ്. താഴെ കൊടുത്തിരിക്കുന്ന ഈ ഓപ്ഷൻസുകളിൽ ഇന്ത്യയിലെ രാജ്യസഭ നമുക്കറിയാം, ലോക്സഭ പാർലമെൻറ്റിനകത്ത് ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് 2 സഭകളാണുള്ളത്. ഒന്ന് രാജ്യസഭയും മറ്റൊന്ന് ലോക്സഭയാണുള്ളത്. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ രാജ്യസഭയുടെ പ്രിസൈഡിങ് ഓഫീസർ അല്ലെങ്കിൽ ആ ഒരു അധ്യക്ഷത വഹിക്കുന്ന രാജ്യസഭ അതിൻ്റെ സെഷൻസ് നടക്കുന്ന സമയത്ത് അതിൻ്റെ അധ്യക്ഷൻ വഹിക്കുന്ന താഴെ കൊടുത്തിരിക്കുന്ന വ്യക്തികളിൽ ആരാണ് എന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ പ്രസിഡന്റ്, ഓപ്ഷൻ ബി ദ സ്പീക്കർ, ഓപ്ഷൻ സി വൈസ് പ്രസിഡന്റ് ആൻഡ് ഓപ്ഷൻ ഡി ദ ലീഡർ ഓഫ് ദി ഹൗസ് എന്നാണ് ഓപ്ഷൻ. ദ കറക്റ്റ് ആൻസർ ഈസ്
ഓപ്ഷൻ സി വൈസ് പ്രസിഡന്റ്. ഓപ്ഷൻ സി വൈസ് പ്രസിഡന്റ് അഥവാ വൈസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഉപരാഷ്ട്രപതി എന്നാണ്. അതിൽ പറയുന്ന പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രപതിയാണ്, സ്പീക്കർ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്തെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി വൈസ് പ്രസിഡന്റ് അഥവാ ഉപരാഷ്ട്രപതിയാണ്. എന്തുകൊണ്ടാണെന്ന് നോക്കാം. ദ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ is the ex officio chairman of the Rajya Sabha, Council of States and presides over the section. രാജ്യസഭയ്ക്ക് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന മറ്റൊരു പേരും കൂടിയുണ്ട്. അതാണ് രാജ്യസഭ എന്ന് പറയുന്നത്. രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഉപരാഷ്ട്രപതി അഥവാ വൈസ് പ്രസിഡന്റിനെയാണ് നമ്മൾ രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ആ ഒരു രാജ്യസഭയുടെ സെഷൻ നടക്കുന്ന സമയത്ത് അതിൻ്റെ അധ്യക്ഷനാവുകയോ അല്ലെങ്കിൽ അതിൻ്റെ പ്രിസൈഡിങ് ചെയ്യുകയോ ചെയ്യുന്നത് അദ്ദേഹമായിരിക്കും. ആ ഒരു സെഷൻ മുഴുവനും പ്രിസൈഡിങ് ചെയ്യുന്നത് അദ്ദേഹമാണ് ഇന്ത്യയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് അഥവാ രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്ന പേരിൽ അറിയപ്പെടുന്നതും വൈസ് പ്രസിഡന്റ് ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ 9ാമത്താണ്. എന്താണെന്ന് ചെക്ക് ചെയ്യാം. വാട്ട് ക്യാൻ ബി ദ മാക്സിമം നമ്പർ ഓഫ് ദി മെമ്പേഴ്സ് ഓഫ് ലോക്സഭ? താഴെ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ലോക്സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു മറ്റൊരു ബോഡിയാണ് ലോക്സഭ എന്ന് പറയുന്നത്. അപ്പം പാർലമെൻറ്റിലെ 2 സഭകളാണ് ലോക്സഭയും രാജ്യസഭയും. അപ്പോൾ ലോക്സഭയിലേക്ക് നമ്മൾ എലക്ഷൻസ് നടത്തുന്നത് അല്ലെങ്കിൽ ലോക്സഭയിലെ മാക്സിമം സീറ്റ് എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലോക്സഭയിലെ മാക്സിമം സീറ്റ് താഴെ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 545, ഓപ്ഷൻ ബി 543, ഓപ്ഷൻ സി 540, ഓപ്ഷൻ ഡി 550. ഓപ്ഷൻ ഡി 550 ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി 550, 550 ആണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്. എക്സ്പ്ലനേഷൻസ് എന്തൊക്കെയാണെന്നൊന്ന് ചെക്ക് ചെയ്യാം. The Constitution currently allows for the maximum strength of the 550 elected members, 530 members from the states, 28 and 20 from the union territories. ഇതിൽ പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ലോക്സഭയിലേക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന മാക്സിമം സ്ട്രെങ്ത് എന്ന് പറയുന്നത് 550 ആണ്. ഈ 550 സ്റ്റേറ്റ്സിൽ നിന്ന് 530 പേരാണ് സ്റ്റേറ്റ്സിൽ നിന്നും നമ്മൾ അലോട്ട് ചെയ്തിരിക്കുന്നത്. സ്റ്റേറ്റ്സിൽ നിന്നും മാക്സിമം 530 പേരാണ്. 28 സ്റ്റേറ്റ്സുകളാണ് ഇന്ത്യയിൽ മൊത്തമുള്ളത്. 28 സ്റ്റേറ്റ്സിൽ നിന്നും 530 പേര് സ്റ്റേറ്റിൽ നിന്നുള്ള കാൻഡിഡേറ്റ്സുകളായിരിക്കും. അതേപോലെ ബാക്കി വരുന്നത് 20 മെമ്പേഴ്സാണ്. ബാക്കി വരുന്ന 530 ബാക്കി 20 മെമ്പേഴ്സ് അല്ലെങ്കിൽ 20 കാൻഡിഡേറ്റ്സ് ഉണ്ട്. ഈ കാൻഡിഡേറ്റ്സുകൾ യൂണിയൻ ടെറിറ്ററീസ്, ഇന്ത്യയിൽ 8 യൂണിയൻ ടെറിറ്ററീസ് ആണുള്ളത്. 8 യൂണിയൻ ടെറിറ്ററീസിൽ നിന്നും 20 മെമ്പേഴ്സ് ബാക്കി ഉണ്ടായിരിക്കുന്നതാണ്. The provision for 2 nominated Anglo-Indian members, making the earlier total 552, was abolished in 2020. ആദ്യകാലങ്ങളിൽ 520 പേരായിരുന്നു ഇതിനകത്ത് ഉണ്ടായിരുന്നത്, ലോക്സഭയിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. എന്നാൽ അതിനകത്ത് തന്നെ ആംഗ്ലോ ഇന്ത്യൻസ്, പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുന്ന 2 ആംഗ്ലോ ഇന്ത്യൻസ് ഉണ്ടാവാറുണ്ട്. ആ ആംഗ്ലോ ഇന്ത്യൻസ് എന്ത് ചെയ്യുന്നു, പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുന്നതാണ്. എന്നാൽ അവസാനമായിട്ട് നടന്നിരിക്കുന്ന അല്ലെങ്കിൽ 2020 ഇലക്ഷനിൽ ആംഗ്ലോ ഇന്ത്യൻസിനെ അബോളിഷ് ചെയ്തു, അല്ലെങ്കിൽ അത്തരം ഒരു കാൻഡിഡേറ്റ്സ് ഇന്ന് ലോക്സഭയ്ക്കകത്ത് ഇല്ല എന്നാണ് പറയുന്നത്. ലോക്സഭയിലേക്ക് ഇലക്ഷൻ നടക്കുന്നത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നതാണ്. 5 വർഷത്തിലൊരിക്കലാണ് നമ്മൾ ലോക്സഭയിലേക്ക് ഇലക്ഷൻ നടത്തുന്നത്. ഇലക്ഷൻ്റെ ഭാഗമായിട്ട് ജനങ്ങൾ നേരിട്ട് അവരുടെ കാൻഡിഡേറ്റ്സിനെ തിരഞ്ഞെടുക്കുന്ന, റെപ്രസെൻറ്റേറ്റീവ്സിനെ തിരഞ്ഞെടുക്കുന്ന സിസ്റ്റമാണ് ഇന്ത്യയിലുള്ളതെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ എന്തൊക്കെയാണെന്ന് ഒന്ന് ചെക്ക് ചെയ്യാം. A money bill can be introduced in the Lok Sabha with the prior approval of the. താഴെ കുറച്ച് വ്യക്തികളാണ് നമ്മുടെ ഇന്ത്യയിലെ ഹയർ പൊസിഷനിൽ നിൽക്കുന്ന കുറച്ച് വ്യക്തികളാണ് നമ്മുടെ പൊളിറ്റീഷ്യൻസ് അല്ലെങ്കിൽ ഒഫീഷ്യൽസ് ആണ്, ഇന്ത്യൻ ഒഫീഷ്യൽസ് ആണ് താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ്. അവരിൽ താഴെ കൊടുത്തിരിക്കുന്ന ആരുടെ ഉത്തരവാദിത്തോടു കൂടിയാണ് മണി ബില്ല് ലോക്സഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ആർ: ഓപ്ഷൻ എ സ്പീക്കർ, ഓപ്ഷൻ ബി പ്രൈം മിനിസ്റ്റർ അഥവാ നമ്മുടെ
പ്രൈം മിനിസ്റ്റർ അഥവാ പ്രധാനമന്ത്രിയാണ് പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി പ്രസിഡന്റ്, രാഷ്ട്രപതിയാണ് പ്രസിഡന്റ് എന്ന് പറയുന്നത്. ആൻഡ് ഓപ്ഷൻ സി വൈസ് പ്രസിഡന്റ് അഥവാ ഉപരാഷ്ട്രപതി എന്ന് പറയുന്നു. ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി പ്രസിഡന്റ്. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി പ്രസിഡന്റ് ആണ്. എന്തുകൊണ്ടാണെന്നൊന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. A money bill as per Article 110 can only be introduced in the Lok Sabha and only on the recommendation of the President of India. മണി ബില്ല് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്തെ മണി ബില്ലിനെ പരാമർശിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് 110 110ാമത്തെ ആർട്ടിക്കിൾ പ്രകാരമാണ് മണി ബില്ലിനെ പറ്റി നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പരാമർശിച്ചിരിക്കുന്നത്. ഈ ആർട്ടിക്കിൾ പ്രകാരം മണി ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ലോക്സഭയിൽ മാത്രമാണ്. ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് പാർലമെൻറ്റിൽ 2 സഭകളുണ്ട്, ലോക്സഭയും രാജ്യസഭയും ഉണ്ട്. എന്നാൽ മണി ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ലോക്സഭയിൽ മാത്രമാണ്. അപ്പം ലോക്സഭയിൽ മണി ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് നമ്മൾ പ്രസിഡൻറ്റിൻ്റെ, ഇന്ത്യൻ പ്രസിഡൻറ്റ് അഥവാ രാഷ്ട്രപതി, ഇന്ത്യൻ പ്രസിഡൻറ്റ് അഥവാ രാഷ്ട്രപതിയുടെ അനുമതി ഉണ്ടെങ്കിൽ തന്നെ, നേരത്തെ ഉള്ള ഒരു അനുമതി അല്ലെങ്കിൽ റെക്കമെൻഡേഷൻസോട് കൂടി മാത്രമാണ് മണി ബില്ല് നമുക്ക് ലോക്സഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം ഈ ഒരു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത സെഷനിൽ നമ്മൾ ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ ചെയ്യുന്നതായിരിക്കും. അതുവരെ താങ്ക് യു.